ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നീ എന്തിനാ വിഷമിക്കുന്നേ? ഒന്നും രണ്ടും നല്ല മോനെ, 33 പേരെ പ്രേമിച്ചത് ഒരുത്തി പോലും തിരിഞ്ഞു നോക്കിയില്ല. എന്താ ഇല്ലാഞ്ഞിട്ടാ? മനസ്സില്ലാഞ്ഞിട്ടാ? എനിക്ക് ഫീലിങ്സ് ഇല്ലടാ. അതിലിത്ര വിഷമിക്കാൻ എന്താ? നീ ചിപ്സ് കഴിക്കും. കൂൾ മച്ചാ, കൂൾ. ഒരുത്തിങ്ങനെ കൂടെ വന്നിരുന്നെങ്കിലുണ്ടല്ലോ ഇവിടെ പിള്ളേർ ചെറുപറന്ന് എഴുതിയാനെ. ശരിക്കും ദിവസം ഒരു കല്യാണം നടത്തുന്നുണ്ട്, ഫസ്റ്റ് നൈറ്റ് നടക്കുന്നുണ്ട്. എനിക്ക് കല്യാണം ഇല്ല, പോട്ടെ ഫസ്റ്റ് നൈറ്റ് എങ്കിലും. ശരി, ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം നീ ചിപ്സ് കഴിക്കേ. ഞാൻ ഈ ചിപ്സിന് വേണ്ടിയാണോടാ പറഞ്ഞത്? അവന്റെ അമ്മമ്മയുടെ ചിപ്സ് എന്റെ കണ്ണുമുന്നിൽ എഴുതിട്ട് പൊക്കോണം. അതെ, കുപ്പി തീർന്ന് വാഴ കടിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്, ഡോണ്ട് ഡിസ്റ്റർബ്. ഇങ്ങനെ ഒരു പൊട്ടൻ, അവന്റെ ഒരു ഫസ്റ്റ് നൈറ്റും. ഈ ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് നൈറ്റ് ഒക്കെ വേണോടാ? 2 ദിവസം കഴിഞ്ഞിട്ട് പതുക്കെ ഓടാ ചെല്. അവനൊരു മാന്യ ചെല്. ഇവിടുന്ന് വേഗം തന്നെ പോ. ഇവിടെ ഉള്ളതെല്ലാം എടുത്തിട്ട് പോ. എടാ മുത്ത്, നൈറ്റ് മൊത്തം എൻജോയ്മെന്റ് ആയിരുന്നല്ലേ? പറടാ, ചുമ്മാ പറയടാ പറയടാ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പറയേ, അവന്റെ ഒരു നാണം.
വരുൺ, രാം, വരുൺ, റാം, എന്താ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. എന്താ സംഭവിച്ചെന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ആദ്യം കാര്യം തന്നു പറടാ. നമ്മൾ ഇനി ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഒരാളും ജീവനോട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നേ. ഡാ, കാര്യം എന്താന്ന് പറയാം, എന്നിട്ട് ഒച്ചണ്ടാക്ക്. ഞാൻ പോവാ എന്തായാലും. നീയൊക്കെ പോയി ചാവ്. ദാ, എടാ, ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ കാര്യം എന്താന്ന് പറ. എടാ, ഈ വീട്ടില് പ്രേതമുണ്ട്. പ്രേതോ? പ്രേതോ? അതെ, പ്രേതം തന്നെ. എനിക്ക് കാശ് വരെ തരാന്ന് പറഞ്ഞു. കാശ് തരാന്നോ? വിശ്വാസമില്ലല്ലേ? എന്നെ വിശ്വാസമില്ലല്ലോ? ഇവിടെ കിടന്ന ചാവ്. എനിക്ക് ജീവന് കൊതിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പോവാ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ കളിക്ക്. എടാ, ഞാൻ പറയുന്നത് സത്യം, ഒന്ന് വിശ്വസിക്ക്. സത്യമായിട്ടും പ്രേതമുണ്ട്. ഇവിടെ നിന്നാ ശരിയാവില്ല. ഇനി ഇവിടെ നിക്കണ്ട, നമുക്ക് എല്ലാവർക്കും പോവാം. ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തുനിന്ന് കേൾക്ക് പ്ലീസ്. ഡാ, ഒന്നും കാണാതെ അവൻ വെറുതെ ഇങ്ങനെ പറയില്ലല്ലോ. ഇനി വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നമുക്ക് പോയേക്കാം. ശരി, പോടാ. എടാ, എടുക്കാനുള്ളൊക്കെ എടുത്തിട്ട് വേഗം ഇറങ്ങാൻ നോക്ക്. ചെല്ല് ചെല്ല്. വാ വാ, വേഗം വേഗം ഒന്ന് ഇറങ്ങി വാട എടാ, പെട്ടെന്ന്. വാ. ആ, എന്താ പറ്റിയേ? അയ്യോ, അവിടെ ചോര വരുന്നു. റാം, ദാ, എന്തു പറ്റി? എന്താ പറ്റിയേ? രാം, 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 എന്തു പറ്റി രാം? രാം, എടാ, ശരിക്കും എന്താ സംഭവിച്ചേ? ശരിക്കും ഇവിടെ പ്രേതമുണ്ട്. ഞാൻ എത്ര നേരിട്ട് പറയാ, പറഞ്ഞ ആർക്കും മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ എല്ലാരും നേരിട്ട് കണ്ടല്ലോ. ദാ, സമാധാനായില്ലേ? ഒന്ന് വെറുതെ ഇരിക്കും. കുറച്ച് വെള്ളം. രാം, എടാ, ശരിക്കും എന്താ ഉണ്ടായേ? ഒരു പിടിയില്ല, എനിക്കും അറിയില്ല. ആരും പിന്നീന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയ പോലെയായിരുന്നു. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയില്ലടാ. എടാ, നിനക്കെന്തേലും പറ്റിയോ? കുഴപ്പമില്ല, ഞാൻ ഓക്കെ. ഞാൻ എത്ര നേരം കൊണ്ട് പറയാ, ഈ വീട്ടിൽ എന്തോ എന്തൊക്കെയോ ഉണ്ട്, പ്രേതം ഉണ്ടെന്നൊക്കെ. ആരെങ്കിലും വിശ്വസിച്ചോ? നിങ്ങളൊക്കെ പോവാൻ നോക്ക്, ഞാൻ പിന്നെ വന്നോളാം. നീ എന്താ ഈ പറയുന്നേ? നിന്നോട് തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ പോവാനടാ? നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ വന്നേ? ഒരുമിച്ച് തന്നെ പോവാൻ നമുക്ക്. ഹലോ ഹലോ, ഇവൻ എന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാ. എന്റെ ജീവൻ പോലും ഇവന് വേണ്ടി ഞാൻ കളയാൻ തയ്യാറാ. അല്ല, അതിനെ നേരിൽ കണ്ടത് ഞാനല്ലേ. പക്ഷെ അത് എന്നെ ഒന്നും ചെയ്തില്ല. നിന്നെ അറ്റാക്ക് ചെയ്ത് എന്തിനാ? അതെനിക്ക് എങ്ങനെ അറിയാനടാ? അതിനെപ്പറ്റി നിനക്കല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. ഇന്ന് നൈറ്റ് വരട്ടെ, ഒരു ഹാഫ് അടിച്ചിട്ട് അതിന്റെ പണി ഞാൻ തീർക്കുന്നുണ്ട്. ഇന്ന് എന്റെ അടുത്ത് കളിക്കാൻ വന്ന അതിന്റെ കാര്യം പോക്കാണ്. വാടാ. റാം, തൽക്കാലം നീ റെസ്റ്റ് എടുക്ക്. നീ ഓക്കെ ആയിട്ട് നമുക്ക് പോവാം. ഓക്കെ റാം, നീ റെസ്റ്റ് എടുക്ക. ശരിടാ. ശരിക്കും ഇവിടെ പ്രേതമുണ്ടോ? ഓക്കെ ആണോ?